Hi dear students, how are you? I hope you are fine. Yesterday we discussed third chapter, human body. മനുഷ്യ ശരീരത്തെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഹ്യൂമൻ ബോഡിയെ നമ്മൾ 3 മെയിൻ പാർട്സുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ദ ഹെഡ്, ദ ട്രങ്ക്, ദ ലിംസ്. ഹെഡ്, ട്രങ്ക്, ലിംസ്. 3 മെയിൻ പാർട്സുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഓർഗൻസ് ഓഫ് അവർ ബോഡി. നമ്മളെ ബോഡിയിലുള്ള ഓർഗൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പഠിക്കാനുള്ള ഓർഗൻ സിസ്റ്റം, അവയവ വ്യവസ്ഥകളെ കുറിച്ചിട്ടാണ്. അവയവ വ്യവസ്ഥകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഓർഗൻ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഓർഗൻ സിസ്റ്റത്തിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത് സ്കെൽറ്റൽ സിസ്റ്റം. സ്കെൽറ്റൽ സിസ്റ്റം. നെക്സ്റ്റ് വൺ മസ്കുലർ സിസ്റ്റം. സ്കെൽറ്റൽ സിസ്റ്റം, മസ്കുലർ സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം. തേർഡ് വൺ സർക്കുലേറ്ററി സിസ്റ്റം. ഫോർത്ത് വൺ റെസിപ്രേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, നെർവസ് സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇത്ര നമ്മൾ എത്ര ടൈപ്പാണ്? 8 ടൈപ്പ് ഓർഗൻ സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോ സിസ്റ്റത്തെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും പിക്ചർ വെച്ചിട്ട് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ലെറ്റ് us ലേൺ അബൌട്ട് ദിസ് ഓർഗൻ സിസ്റ്റം. ഈ ഓർഗൻ സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ സ്കെൽറ്റൽ സിസ്റ്റം. സ്കെൽറ്റൽ സിസ്റ്റം എന്ന് പറയുന്ന അസ്ഥി വ്യവസ്ഥ. അസ്ഥി വ്യവസ്ഥയെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് വൺ പഠിക്കുന്നത്. ഇഫ് വി ടച്ച് അവർ ബോഡി, നമ്മളെ ബോഡിയിൽ ടച്ച് ചെയ്ത് നോക്കാം. എല്ലാവരും ഒന്ന് ബോഡിയിൽ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയേ. എന്താ നമുക്ക് ഫീൽ ചെയ്യുന്നത്? വി ക്യാൻ ഫീൽ സം ഹാർഡ് പാർട്സ് ഇൻസൈഡ്. നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നുണ്ട്? നമ്മുടെ ശരീരത്തിനുള്ളിൽ ഹാർഡായിട്ടുള്ള, വളരെ കട്ടി കൂടിയിട്ടുള്ള പാർട്സുകൾ ഉള്ളിലുണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ദീസ് ആർ അവർ ബോൺസ്. ഇതാണ് നമ്മളെ എല്ലുകൾ എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ എല്ലുകൾ നമുക്ക് തൊട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. All the bones together form a framework known as skeletal system. ഈ എല്ലാ ബോണുകളും, എല്ലാ എല്ലുകളും കൂടി ചേർന്നിട്ടുള്ള ഫോം എ ഫ്രെയിംവർക്ക്, ഒരു ഫ്രെയിംവർക്ക് രൂപപ്പെടുന്ന ഒരു എന്താ പറയുക, കൂടി ചേർന്നിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് രൂപം കൊള്ളുന്നതാണ് എന്ത് പറയുന്നത്? സ്കെൽറ്റൽ സിസ്റ്റം അഥവാ സ്കെൽറ്റൻ. അസ്ഥി വ്യവസ്ഥ അല്ലെങ്കിൽ അസ്ഥികൂടം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ബോൺസ് ഒക്കെ കൂടിച്ചേരുന്ന ഒരു ഫ്രെയിംവർക്കിനെയാണ് നമ്മൾ അസ്ഥി വ്യവസ്ഥ എന്ന് പറയുന്നത്. ദ ഫങ്ഷൻസ് ഓഫ് സ്കെൽറ്റൽ സിസ്റ്റം ആർ ആസ് ഫോളോസ്. താഴെ തന്നിട്ടുള്ള അതിന്റെ ഫങ്ഷൻസ്, അതിന്റെ ധർമ്മങ്ങൾ, എന്ത് സ്കെൽറ്റൽ സിസ്റ്റത്തിന്റെ ധർമ്മങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഗിവ് ഷേപ്പ് ആൻഡ് സപ്പോർട്ട് അവർ ബോഡി. നമ്മുടെ ശരീരത്തിന് ഒരു ഷേപ്പും ഒരു ആകൃതിയും അതുപോലെ തന്നെ സപ്പോർട്ട്, നമുക്കൊരു ബലവും നൽകുന്നത് എന്താണ്? സ്കെൽറ്റൽ സിസ്റ്റം ആണ്. സെക്കൻഡ് വൺ, പ്രൊട്ടക്ട് ദ സോഫ്റ്റ് ഇന്റേണൽ ഓർഗൻസ് സച്ച് ആസ് ഹാർട്ട്, ലങ്സ്, സ്റ്റൊമക്. പറയുന്നത് പ്രൊട്ടക്ട് ദ സോഫ്റ്റ് ഇന്റേണൽ ഓർഗൻസ്. നമ്മുടെ ശരീരത്തിലുള്ള ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള ഇന്റേണൽ ഓർഗൻസ്, ഉള്ളിലുള്ള ചെറിയ അവയവങ്ങൾ, കട്ടി കുറഞ്ഞ അവയവങ്ങളെ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്. എന്തിനെയൊക്കെ? ഹാർട്ട്, ഹൃദയത്തെ, ശ്വാസകോശത്തെയും എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഹെൽപ്പ് ദ മൂവ്മെന്റ് ഓഫ് ഡിഫറെൻറ്റ് ബോഡി പാർട്സ്. നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ബോഡി പാർട്സുകൾക്കും ചലനത്തിന് സഹായിക്കുന്നത് ഏതാണ്? സ്കെൽറ്റൽ സിസ്റ്റം സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ സ്കെൽറ്റൽ സിസ്റ്റം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡ് വൺ മസ്കുലർ സിസ്റ്റം. മസ്കുലർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും മസ്കുലർ സിസ്റ്റം? നമുക്ക് പിക്ചറിൽ തന്നിട്ടുണ്ട്. മസ്കുലർ, നമ്മൾ മസിൽസുകളെയൊക്കെ പറയുന്ന പേശി വ്യവസ്ഥ. അപ്പോൾ മസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത് പേശി വ്യവസ്ഥയാണ്. അപ്പോൾ നമുക്ക് പിക്ചറിൽ നോക്കിയാൽ അറിയാൻ പറ്റും, നമ്മളെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല സ്ഥലങ്ങളിലുള്ള പേശികളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദ സോഫ്റ്റ് പാർട്സ് അണ്ടർ ദ സ്കിൻ ആർ കോൾഡ് മസിൽസ്. നമ്മളെ ശരീരത്തിനുള്ള, നമ്മളെ സ്കിന്നിൻ്റെ നേരെ താഴെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കട്ടി കുറഞ്ഞ ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മസിൽസ് അഥവാ പേശികൾ എന്ന് പറയുന്നത്. ആൾ ദ മസിൽസ് ടുഗദർ ഫോം ദ മസ്കുലർ സിസ്റ്റം, അല്ലേ? എല്ലാ മസിലുകളും കൂടി ചേർന്നിട്ടുള്ളതാണ് എന്ത് പറയുന്നത്? മസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത്. ദ ഫങ്ഷൻസ് ഓഫ് മസ്കുലർ സിസ്റ്റം ആർ ആസ് ഫോളോസ്. താഴെ തന്നിട്ടുണ്ട് എന്ത്? മസ്കുലർ സിസ്റ്റത്തിന്റെ ധർമ്മങ്ങൾ, ഫങ്ഷൻസ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. നമുക്ക് ഏതാ നോക്കാം. നീഡഡ് ഫോർ സ്ട്രെച്ചിങ് ആൻഡ് ബെൻഡിങ് അവർ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ്. എന്താണ്? നമ്മുടെ കൈയും കാലൊക്കെ നമുക്ക് ബെൻഡ് ചെയ്യാനും നീട്ടാനും വളക്കാനൊക്കെ സഹായിക്കുന്നത് എന്താണെന്നാണ് പറയുന്നത്? ഈ പേശികളാണ്. ഏതാണ്? മസ്കുലർ സിസ്റ്റം ആണ്. എന്തിനു വേണ്ടിയിട്ട്? നീഡർ ദ സ്ട്രെച്ചിങ്, നമുക്ക് എന്താ ചെയ്യുക? സ്ട്രെച്ച് ചെയ്യാം, നമുക്ക് വളക്കാനും തിരിക്കാനൊക്കെ, നമുക്ക് നീട്ടാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നത്. ബെൻഡിങ്, ബെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കൈയും കാലൊക്കെ വളക്കാനൊക്കെ നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ്, നമ്മുടെ കൈയും കാലുകളൊക്കെ നമുക്ക് മടക്കാനും തിരിക്കാനും നീട്ടാനൊക്കെ നമുക്ക് എന്ത് സഹായിക്കുന്നുണ്ട്? മസ്കുലർ സിസ്റ്റം, അല്ലേ? പേശികൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഹെൽപ്പ് us ദ പെർഫോം വേരിയസ് ആക്ഷൻ സച്ച് ആസ് വാക്കിംഗ്, റണ്ണിങ്, ലിഫ്റ്റിംഗ്. നമുക്ക് വാക്കിംഗ്, റണ്ണിങ്, നമുക്ക് എന്താ നടക്കാനും ഓടാനും അതുപോലെ തന്നെ ചാടാനും ഒക്കെ നമ്മളെ എന്ത് സഹായിക്കുന്നുണ്ട്? ഈ മസ്കുലർ സിസ്റ്റം, അല്ലേ? ഈ എന്ത് പറയുന്നുണ്ട്? പേശി വ്യവസ്ഥകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് മസ്കുലർ സിസ്റ്റത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് കൈകാലുകൾ നമുക്ക് ബെൻഡ് ചെയ്യാനും സ്ട്രെച്ച് ചെയ്യാനും പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓടാനും ചാടാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സർക്കുലേറ്ററി സിസ്റ്റം. സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താ അറിയാം? നമുക്ക് പിക്ചർ നോക്കിയാൽ അറിയാം. സർക്കുലേറ്റ് ചെയ്യുക എന്താണ്? പടർന്നു പോവുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ മൂവ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം? പമ്പ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ വെള്ളമൊക്കെ ഇങ്ങനെ ഒരു പൈപ്പിൽ നിന്ന് ഇങ്ങനെ മറ്റൊരു പൈപ്പിലേക്ക് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം. അപ്പോൾ എന്തിനായിരിക്കും സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്? നമ്മളെ രക്തങ്ങളെ പമ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റത്തെ ആയിട്ട് പഠിക്കുന്നത്. ദ ഹാർട്ട് എന്താണ്? നമ്മുടെ ഹാർട്ട്, ബ്ലഡ് ആൻഡ് ബ്ലഡ് വെസൽസ് ഫോം ദ സർക്കുലേറ്ററി സിസ്റ്റം. സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട്, നമ്മുടെ ഹൃദയത്തിൽ നിന്നും ബ്ലഡിനെ പമ്പ് ചെയ്യാനും ഹൃദയത്തിലേക്ക് ബ്ലഡിനെ എത്തിക്കാനും സഹായിക്കുന്നതാണ് എന്ത് പറയുന്നത്? സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ദ ഫങ്ഷൻസ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം ആർ ആസ് ഫോളോസ്. സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഹാർട്ട് പംപ്സ് ബ്ലഡ് ടു ആൾ പാർട്സ് ഓഫ് അവർ ബോഡി വിത്ത് ഹെൽപ്പ് ഓഫ് ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത് നമ്മളെന്താണ്? നമ്മുടെ ശരീരത്തിലുള്ള, നമ്മുടെ ഹൃദയത്തിലുള്ള രക്തത്തെ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലുള്ള രക്തങ്ങളെ എന്തുണ്ട്? മറ്റു ബോഡി പാർട്സുകളിലേക്ക്, മറ്റു ബോഡി പാർട്സുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രക്തക്കുഴലുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മറ്റു ബോഡി പാർട്സുകളിലേക്ക് രക്തം പമ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. സെക്കൻഡ് വൺ, ദ ആർട്ടറീസ്. ആർട്ടറീസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ധമനികളെയാണ് നമ്മൾ ആർട്ടറീസ് എന്ന് പറയുന്നത്. ദ ആർട്ടറീസ് ക്യാരി ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് അവർ ബോഡി. നമ്മളെ ധമനികൾ എന്ന് പറയുന്നത് ആർട്ടറീസ് ക്യാരി ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് അവർ ബോഡി. ആർട്ടറീസ്, ധമനികൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ബ്ലഡിനെ എവിടേക്കൊക്കെ എത്തിക്കുന്നുണ്ട്? മറ്റ് നമ്മുടെ ശരീരഭാഗങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നുണ്ട്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് അവർ ബോഡി. ദ വെയിൻസ്. വെയിൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സിര, അല്ലേ? അപ്പോൾ നമ്മൾ പറയുന്നുണ്ട്, സിരയും പറയുന്നുണ്ട്, ധമനിയെയും പറയുന്നുണ്ട്. ആർട്ടറീസ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനെ പറയുന്നത്? ധമനിയെ പറയുന്നുണ്ട്. വെയിൻസ് എന്ന് പറയുന്നത് നമ്മൾ സിരയാണ് പറയുന്നത്. ദ വെയിൻസ് ക്യാരി ബ്ലഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് അവർ ബോഡി ടു ദ ഹാർട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഹൃദയത്തിൽ നിന്നും മറ്റു ബോഡി പാർട്സുകളിലേക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർട്ടറീസ് കൊണ്ടുപോയി എത്തിക്കുന്നത്. നമ്മുടെ ഇതെന്താ പറയുന്നത്? വെയിൻസ് എന്താ ചെയ്യുന്നത്? ബോഡി പാർട്സുകളിൽ നിന്നും ഹൃദയത്തിലേക്ക് രക്തം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫോർത്ത് വൺ, ബ്രീത്തിങ് ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം. ബ്രീത്തിങ് ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം ആണ് നമ്മൾ പഠിക്കുന്നത്. ബ്രീത്തിങ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ശ്വാസത്തെ, അല്ലേ, ശ്വാസത്തെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്വസന വ്യവസ്ഥയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ബ്രീത്തിങ് ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം, നമ്മൾ ശ്വസന വ്യവസ്ഥയെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ദ നോസ്, നമ്മുടെ മൂക്കിനെയാണ് പറയുന്നത്. ദ നോസ്. വിൻ പൈപ്പ്, ശ്വാസനാളത്തെയാണ്. ശ്വാസനാളി എന്ന് പറയുന്ന ഇതിനെയാണ് നമ്മൾ വിൻ പൈപ്പ് എന്ന് പറയുന്നത്. ദ നോസ്, വിൻ പൈപ്പ് ആൻഡ് ലെൻസ് ഫ്രം ദ ബ്രീത്തിങ് ഓർ റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്രീത്ത് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് മൂക്കും അതുപോലെ തന്നെ വിൻ പൈപ്പും. നമ്മൾ പറയുന്നത് ശ്വാസനാളി എന്ന് പറയുന്ന വിൻ പൈപ്പും അതുപോലെ തന്നെ നോസും ആണ് നമ്മൾ അതുപോലെ തന്നെ ലെൻസും, ശ്വാസകോശവും നമ്മളെ എന്തിന് സഹായിക്കുന്നുണ്ട്? നമുക്ക് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ദ ഫങ്ഷൻസ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം ആർ ദ ഫോളോസ്. റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ്, ധർമ്മങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. വി ബ്രീത്ത് ത്രൂ അവർ നോസ്. നമ്മളെ മൂക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ബ്രീത്ത് ചെയ്യാൻ, ശ്വാസം എടുക്കാനും പുറന്തള്ളാനും നമുക്ക് സഹായിക്കുന്നുണ്ട്. ദ എയർ വി ബ്രീത്ത് ഇൻഹേൽ റീച്ച് ദ ലെൻസ് ത്രൂ ദ വിൻ പൈപ്പ്. നമ്മളെ വിൻ പൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ശ്വാസനാളാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദ എയർ വി ബ്രീത്ത്, നമ്മൾ ശ്വസിക്കുന്ന എയർ, നമ്മൾ ശ്വസിച്ചെടുക്കുന്ന എയർ, അതിനെ നമ്മൾ ഇൻഹെയിൽ, അല്ലെ, നമ്മൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നതിന് നമ്മൾ ഇൻഹെയിൽ എന്ന് പറയും. റീച്ച് ദ ലെൻസ് ത്രൂ ദ വിൻ പൈപ്പ്. ശ്വാസകോശത്തിലേക്ക് എങ്ങനെ? ശ്വാസനാളത്തിലൂടെ ശ്വാസകോശത്തിലേക്ക്. നമുക്ക് പിക്ചർ നോക്കിയാൽ അറിയാം, നോസിലൂടെ വിൻ പൈപ്പിലൂടെ ലെൻസിലേക്ക് എങ്ങനെ എത്തുന്നുണ്ട്? നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് എത്തുന്നുണ്ട്. ദ ലെൻസ് ഹെൽപ്പ് ദ അബ്സോർബ് ഓക്സിജൻ ഫ്രം ദ എയർ ആൻഡ് റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ്. എന്താണ്? ഓക്സിജനെ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളാനും എന്ത് സഹായിക്കുന്നുണ്ട്? ലെൻസ് ശ്വാസകോശത്തിലേക്ക് ഓക്സിജൻ വലിച്ചെടുക്കാനും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാനും സഹായിക്കുന്നുണ്ട്. വി ബ്രീത്ത് ഔട്ട്, എക്സെയിൽ. ഇൻഹെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വാസം എടുക്കുന്നതിനെ, നമ്മൾ എന്താണ് പുറത്തോട്ട് തള്ളുന്നതിനെ എക്സ്ഹെയിൽ, കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറന്തള്ളുന്നതിനെ നമ്മൾ എക്സ്ഹെയിൽ എന്ന് പറയും, അല്ലേ. നമ്മൾ ഓക്സിജനെ ഇൻഹെയിൽ ചെയ്യുകയും
എക്സ്ഹെയിൽ എന്താ ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ പുറന്തള്ളുകയും ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ നാലാമത്തെ ബ്രീത്തിങ് ഓർ റെസ്പിറേറ്ററി സിസ്റ്റം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, ദഹന വ്യവസ്ഥ അല്ലെ. ഡൈജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ദഹിക്കുക, നമ്മളെ ദഹിപ്പിക്കുന്നതിനാണ്. ദഹന വ്യവസ്ഥയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ മൗത്ത്, ഫുഡ് പൈപ്പ് ആൻഡ് സ്റ്റൊമക്, ലിവർ, പാൻക്രിയാസ്, സ്മാൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ ആൻഡ് അനൂസ് ടുഗദർ ഫോം ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാൽ അറിയാം, മൗത്ത് നമ്മളെ വായ, സ്റ്റൊമക് ആമാശയം, ഫുഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ അന്നനാളത്തെയാണ് നമ്മൾ ഫുഡ് പൈപ്പ്. നമുക്ക് പിക്ചർ നോക്കിയാൽ അറിയാം, ഫുഡ് പൈപ്പ് അന്നനാളം, ലിവർ കരളിനാണ് നമ്മൾ പറയുന്നത്, പാൻക്രിയാസ്. നെക്സ്റ്റ് വൺ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് എന്താ, വൻകുടൽ, സ്മാൾ ഇൻറ്റസ്റ്റൈൻ ചെറുകുടൽ, അനൂസ് നമ്മുടെ എന്താണ്, നമ്മൾ വേസ്റ്റ് പുറന്തള്ളുന്നതിന് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ദ മൗത്ത്, ഫുഡ് പൈപ്പ്, സ്റ്റൊമക്, ലിവർ, പാൻക്രിയാസ്, സ്മാൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ ആൻഡ് അനൂസ് ടുഗദർ ഫോം ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇത്രയും കാര്യങ്ങളാണ് ആമാശയം, വായ, ആമാശയം, അന്നനാളം, കരൾ, പാൻക്രിയാസ്, വൻകുടൽ, ചെറുകുടൽ, വിസർജ്യം അല്ലെ. ഇത്രയും കാര്യങ്ങളാണ്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. മൗത്ത്, ഫുഡ് പൈപ്പ്, സ്റ്റൊമക്, ലിവർ, പാൻക്രിയാസ്, ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്മാൾ ഇൻറ്റസ്റ്റൈൻ, നെക്സ്റ്റ് വൺ അനു. ഇത്രയും കാര്യങ്ങൾ കൂടി ചേർന്നിട്ടുള്ളതാണ് എന്ത്, ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദ ഫങ്ഷൻസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആർ ദ ഫോളോസ്. എന്തൊക്കെയാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പിന്നെ ധർമ്മങ്ങൾ എന്താ, നമുക്ക് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹെൽപ്പ് ദ ബോഡി ടു ഡൈജസ്റ്റ് ദ ഫുഡ് വി ഈറ്റ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ഡൈജസ്റ്റ് ചെയ്യാൻ, ഭക്ഷണത്തെ നമ്മൾ എന്ത് ചെയ്യാൻ, ദഹനത്തിന് വേണ്ടിയിട്ട്, ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്, ഡൈജസ്റ്റ് സിസ്റ്റം നമ്മളെ സഹായിക്കുന്നുണ്ട്. ത്രൂ ഔട്ട് അൺഡൈജസ്റ്റ് ഫുഡ് ത്രൂ ദ അനൂസ്. എന്താ പറയുന്നത്, അൺഡൈജസ്റ്റ് ഫുഡ് എന്താണ്, ദഹിക്കാത്ത അല്ലെ, ദഹിക്കാത്ത അല്ലെങ്കിൽ വേസ്റ്റുകളെ, ദഹിക്കാത്തതിന് നമ്മൾ ഹ്യൂമൻ വേസ്റ്റ് ആയിട്ട് പുറന്തള്ളാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ദഹിക്കാത്ത വേസ്റ്റ് നമുക്ക് പുറന്തള്ളാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്, ദഹിക്കാത്ത ഭക്ഷണത്തെ പുറന്തള്ളാനും ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫിഫ്ത്ത് വണ്ണും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ്, നാഡീ വ്യവസ്ഥയാണ് അല്ലെ. നമ്മളെ സിസ്റ്റം നാഡീ വ്യവസ്ഥ നമുക്ക് നോക്കാം. ദ ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്. പറയുന്നത് ദ ബ്രെയിൻ മസ്തിഷ്കത്തെ, അതുപോലെ തന്നെ സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സുഷുമ്ന എന്ന് പറയും അല്ലെ. സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാൽ സുഷുമ്ന, നമ്മളെ നാഡി സുഷുമ്നയെ നമ്മൾ പറയും. അതുപോലെ തന്നെ നെർവസ്, നാഡികളെ നമ്മൾ പറയുന്ന ഫോം ദ നെർവസ് സിസ്റ്റം. അപ്പം ഏതൊക്കെയാണ്, ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ് ഫോം എ ഫ്രെയിംവർക്ക്, എന്താണ്, നെർവസ് സിസ്റ്റം. ദ ഫങ്ഷൻസ് ഓഫ് നെർവസ് സിസ്റ്റം ആർ ദ ഫോളോസ്. നെർവസ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പിക്ചർ നോക്കിയാൽ അറിയാം, നമ്മൾ ഫുള്ളായിട്ട് നെർവസ് സിസ്റ്റം നമ്മളെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവസ് സിസ്റ്റം അല്ലെ. ബ്രെയിൻ, നെർവസ് സിസ്റ്റം, സ്പൈനൽ കോഡ്. ഓക്കെ. ദ ബ്രെയിൻ ഗിവ്സ് ഇൻസ്ട്രക്ഷൻ ടു ആൾ പാർട്സ് ഓഫ് അവർ ബോഡി. ബ്രെയിൻ എന്ത് നൽകുന്നുണ്ട്, നമ്മുടെ ഇൻസ്ട്രക്ഷൻ നൽകുന്നുണ്ട് അല്ലെ. എന്ത് ഇൻസ്ട്രക്ഷനാണ് നൽകുന്നത്, ശരീരങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ബ്രെയിന് ശരീരത്തിലേക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദ നെർവസ് carry instruction from the brain to various parts of our body and message from various parts of body to brain. എന്താ പറയുന്നത്, ബ്രെയിൻ നമ്മളെ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നെർവ്സ്, നാഡികൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രെയിനിൽ നിന്നും എല്ലാ ബോഡി പാർട്സുകളിലേക്കും മെസ്സേജ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ്, പിന്നെ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ബോഡി പാർട്സുകളുടെയും എന്ത് പറയുന്നുണ്ട്, മെസ്സേജുകൾ എവിടേക്ക് പാസ് ചെയ്യുന്നുണ്ട്, ബ്രെയിനിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളൊരു കാര്യത്തെ തൊടാൻ പോകുന്ന സമയത്ത് നമുക്ക് ചൂട് ഫീൽ ചെയ്യും, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രെയിനിലേക്ക് ആ മെസ്സേജ് പാസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വൺ പറഞ്ഞു കഴിഞ്ഞു, നെർവസ് സിസ്റ്റം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ലാസ്റ്റ് നമ്മൾ 7th വണ്ണും 8th വണ്ണും ആണ് നമുക്ക് നോക്കാനുള്ളത്. 7th വൺ എക്സ്ക്രീറ്ററി സിസ്റ്റം. എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ വിസർജ്യ വ്യവസ്ഥ അല്ലെ. വിസർജ്യത്തെ നമ്മൾ പുറന്തള്ളുന്ന ഹ്യൂമൻ വേസ്റ്റിനെ, വിസർജ്യ വ്യവസ്ഥയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ എക്സ്ക്രീറ്ററി സിസ്റ്റം കണ്ടെയ്ൻസ് ഓർഗൻസ് ദാറ്റ് റിമൂവ് വേസ്റ്റ് ഫ്രം അവർ ബോഡി. നമ്മളെ ശരീരത്തിൽ നിന്നും വേസ്റ്റ് ആയിട്ട് പുറന്തള്ളാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുന്ന വേസ്റ്റുകൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി സിസ്റ്റം ഉൾപ്പെടുന്നതിലാണ് നമ്മളെ ഹ്യൂമൻ വേസ്റ്റ് പുറന്തള്ളുന്നതിലാണ്. ദ ഫങ്ഷൻസ് ഓഫ് എക്സ്ക്രീറ്ററി സിസ്റ്റം ആർ ദ ഫോളോസ്. അതിൻ്റെ ധർമ്മങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ദ സ്കിൻ റിമൂവ്സ് സ്വീറ്റ്. സ്വെറ്റ് എന്ന് പറയുന്നത് എന്താണ്, സ്വെറ്റ് എന്താ പറയുന്നത്, ദ സ്കിൻ റിമൂവ്സ് സ്വെറ്റ്. എന്താണ്, ശരീരം നമ്മൾ എന്ത് പുറന്തള്ളുന്നുണ്ട്, വിയർപ്പ് പുറന്തള്ളുന്നുണ്ട്.
ദ ലെൻസ് ത്രൂ ഔട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. എന്താണ് ലെൻസ് എന്ത് പുറന്തള്ളുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് തള്ളുന്നുണ്ട്. ദ കിഡ്നീസ് റിമൂവ് യൂറിൻ. യൂറിൻ എന്ത്? കിഡ്നി യൂറിൻ പുറന്തള്ളുന്നുണ്ട്. ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ ത്രൂ ഔട്ട് ദ സോളിഡ് അൺഡൈജസ്റ്റ് ഫുഡ്. അൺഡൈജസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗരമായിട്ടുള്ള അല്ലെങ്കിൽ ദഹിക്കാത്ത ഭക്ഷണത്തെ ഗരമാലിന്യമായിട്ട് എന്ത് പുറന്തള്ളുന്നുണ്ട്? ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ, പിന്നെ വൻകുടൽ പുറന്തള്ളുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റും പറയാം, എക്സ്ക്രീറ്ററി സിസ്റ്റം പറഞ്ഞു. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ലാസ്റ്റ് വൺ റീപ്രൊഡക്റ്റ്. ദ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആർ ഡിഫറെൻറ്റ്. മെയിൽസിനും ഫീമെയിൽസിനും റീപ്രൊഡക്റ്റീവ് എന്താണ് പറയുന്നത്? പ്രത്യുൽപാദന അവയവം ഡിഫറെൻ്റ് ആയിരിക്കും. ദ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഹെൽപ്പ് ദ ബർത്ത് ദ യങ് വൺസ്. എന്താണ് പിന്നെ യങ് വൺസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്? ഗിവ് ബർത്ത്, പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ഓർഗൻ സിസ്റ്റത്തെ പറയുക. സ്കെൽറ്റൽ സിസ്റ്റം, മസ്കുലർ സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, ബ്രീത്തിങ് ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, നെർവസ് സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇത്രയുമായിട്ടുള്ള 8 ഓർഗൻ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാ കുട്ടികളും ഈ ഒരു ചാപ്റ്റർ, ഈ ഓരോ പോയിന്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു പിക്ചറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ കുട്ടികൾ പഠിക്കാൻ ശ്രമിക്കുക. ഏതൊക്കെ ബോഡി പാർട്സുകളാണ്, നമ്മൾ നേരത്തെ ബോഡി പാർട്സുകൾ നമ്മൾ വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ പാർട്സുകളാണ് നമ്മൾ ഈ ഒരു പറയുന്നത്, എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് കുട്ടികൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ,